ഒരു കുട്ടി എന്ന നിലയ്ക്ക് എന്റെ അറിവ് വെച്ച് സംസാരിക്കാനാണ് ഈ ഒരു സുദിനത്തിൽ ഉദ്ദേശിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ പൊട്ടിത്തെറിക്കുകയാണ്. അദ്ദേഹം തന്റെ അരയിലെ വാളൂരിക്കൊണ്ട് എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മദീന പട്ടണത്തിലൂടെ ഓടുന്നു. ഇതറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ പുറത്തടിച്ചുകൊണ്ട് ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 144-ാം സൂക്തം പാരായണം ചെയ്യുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിന്റെ ആദ്യ ഭാഗം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിന്റെ അഫയിൻ മാതാവും തിനങ്ങലബത്തും, അദ്ദേഹം മരിച്ചുപോയാൽ എന്ന് പറയുന്ന ഭാഗം അത് ഓതിക്കൊടുത്തുകൊണ്ട് പറയുന്നു, ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകൻ മരിക്കുമെന്ന്. അതുകൊണ്ട് ഉമറേ, പ്രവാചകൻ മരിച്ചിട്ടില്ല അല്ലെങ്കിൽ മരിക്കില്ല എന്ന വാദം കൊണ്ട് നടക്കണ്ട എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് ഒരു കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരയുന്ന ഒരു രംഗമാണ് ഒരു ഭാഗത്ത്. അതിനപ്പുറം 20 വർഷങ്ങൾക്ക് മുമ്പ്, ഈ സന്ദർഭത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഉമർ ഖത്താബ് ആരായിരുന്നു? ഉക്കാള ചന്തയിലെ പേര് കേട്ട പോക്കിരി. ഉക്കാള ചന്തയിൽ എല്ലാ രാവിലെയും വന്ന് എല്ലാ കടക്കാരോടും ചോദിക്കും, പണം താ എന്ന്. തന്നിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്തവന്റെ തല വെട്ടിക്കൊണ്ട് അവന്റെ കൈ അറുത്ത് അവന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ തന്റെ മാലയിൽ കുത്തിക്കോർത്തുകൊണ്ട് ചിരിച്ചട്ടഹസിച്ച് സ്നേഹം കൊടുക്കാതെ സ്നേഹം വാങ്ങാതെ കഴിഞ്ഞിരുന്ന ഒരു ഉമർ അതിൽ നിന്ന് മാറി ഈ ഉമർ സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനും സത്യമെന്തെന്നും അസത്യമെന്തെന്നും മനുഷ്യർക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കാനും ആയത് എങ്ങനെ? അതിന് നാം എടുക്കേണ്ടത് പ്രശസ്ത ആന്റി ഇസ്ലാമിക് സ്കോളർ ആയ മൈക്കൽ എച്ച് ദ 100 എന്ന പുസ്തകത്തിലെ 100 ലോകം കണ്ട ഏറ്റവും നല്ല അല്ലെങ്കിൽ ലോകം കണ്ട ആളുകളിൽ വെച്ചുള്ള ഒന്നാമൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യമായി പറയുന്നു, ഞാൻ മുഹമ്മദിനെ ആദ്യമായി എടുത്തതിൽ പലർക്കും സംശയങ്ങളും പ്രശ്നങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹം മാത്രമാണ് തന്റെ ഭൗതികവും മതപരവുമായ എല്ലാ കാര്യങ്ങളിലും മതപരവും ഭൗതികവുമായ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ഒരേ ഒരു വ്യക്തിത്വം ഈ മുഹമ്മദാണ് എന്ന് മൈക്കൽ എച്ച് ആൻഡ് ഇസ്ലാമിക് സ്കോളർ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നാം മുസ്ലിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? ആരായിരുന്നു പ്രവാചകൻ? പ്രവാചകനെ എങ്ങനെയായിരുന്നു മറ്റുള്ളവർ സ്നേഹിച്ചിരുന്നത്? വെറും കാരണത്താലല്ല. തന്റെ പ്രവാചകന്റെ തലയിൽ പടത്തൊപ്പിയിൽ ആണി കയറിയപ്പോൾ ആ ആണി വലിച്ചെടുത്തുകൊണ്ട് തന്റെ പല്ലുകൊണ്ട് എടുത്തപ്പോൾ തന്റെ മുൻപല്ല് രണ്ടും ഊരിപ്പോന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്റെ പ്രവാചകന് വേണ്ടി എന്തും ചെയ്യുമെന്ന് തന്റെ പ്രവാചകൻ തന്റെ ജീവനിൽ ജീവനാണെന്ന് പറയുന്ന ഈ പ്രവാചകനെ
മാതൃകയാക്കാൻ കഴിഞ്ഞു. അതിന് ഖുർആനാണ് പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, നിന്നെ സകല ലോകങ്ങൾക്കും സകല ലോകങ്ങൾക്കും മുന്നറിയിപ്പല്ലാതെ നിന്നെ ഇറക്കിയിട്ടില്ല, അല്ലെങ്കിൽ സകല ലോകങ്ങൾക്കും വേണ്ടിയാണ് നിന്നെ അയച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ അവിടെയാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തെളിയിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്ക മുശ്രിക്കീങ്ങളുടെ കഠിനമായ വേദന ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവാചകനും കൂട്ടരും ഹിജ്റ പോവുകയാണ് മദീനയിലേക്ക്. അങ്ങനെ 10 വർഷത്തെ ദുരിതങ്ങൾക്ക് ശേഷം താൻ ഹിജ്റ പോകുന്നു. അതിനുശേഷം അവസാനം മദീനയിൽ നിന്ന് 13 വർഷത്തെ ജീവിതത്തിന് ശേഷം 10,000 ഒരു സൈന്യവുമായി തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരവിന്റെ സമയത്ത് സാദുവിന് വന്നുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. തന്റെ ജനതയെ വീർപ്പ് മുട്ടിച്ച ജനതയുടെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ജനങ്ങൾക്ക് മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ കൂട്ടരും നെഞ്ചുവിരിച്ചിരിക്കുന്നു നിൽക്കുകയാണ്. തനിക്ക് താനം ഊതിയാൽ പറക്കാവുന്നതേയുള്ളൂ. ഈ താനൊരു വാക്ക് ഉരുവിട്ടാൽ ഇവരെ മൊത്തം തവിട് പൊടിയാക്കാൻ ഈ സംഘത്തിന് കഴിയും, ഈ 10,000 സംഘത്തിന് കഴിയും എന്ന ശക്തി ഉണ്ടായപ്പോഴും പ്രവാചകൻ എന്താണ് പറഞ്ഞത്? പിന്നിൽ നിന്ന് സാദിബിന് ഉപാധ പറയുന്നു, ഇന്ന് ചോര തിളക്കുന്ന ദിവസമാണ്, ഇന്ന് രക്തം ചിന്തുന്ന ദിവസമാണ്, ഇന്ന് മക്കയിൽ ചോര ഒഴുകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപാധ സാദെ നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു മക്ക മുശ്രിക്കീങ്ങളോട്, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർ മറുപടി കൊടുത്തു, നീ നന്മ ചെയ്യുന്നവനാണ്, നിന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വിട്ടുവീഴ്ചയുടെ ദിവസമാണ്, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിട്ട വിട്ടുവീഴ്ചയുടെ പ്രവാചകൻ ഇദ്ദേഹത്തെയല്ലേ ഇന്നത്തെ ഞങ്ങൾ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടതുണ്ട്. ഏറെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ സമയം വളരെ പരിമിതമാണ്. എന്നിരിക്കെ ഇത്രയും വലിയൊരു വിഷയം എന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഏറെ പറയാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സമയം പരിമിതമായതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിനീതന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.